നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ചൈനയുടെ സഹായത്താൽ ഇന്ത്യയെ പരമാവധി വെറുപ്പിക്കുന്നതിനുള്ള നടപടികൾ മാലിദ്വീപ് സ്വീകരിക്കുന്ന കാര്യം ഏവർക്കും അറിയാം. മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ശേഷമാണ് ചൈനയോടുള്ള അടുപ്പം വർദ്ധിക്കുന്നതും ഇന്ത്യയെ പരമാവധി അകറ്റാൻ ശ്രമിക്കുന്നതും. മാലിദ്വീപിൻ്റെ ഈ നടപടിക്ക് പിന്നിൽ ചൈനയുടെ കുബുദ്ധിയാണെന്ന കാര്യത്തിൽ തർക്കം ഏതുമില്ല. ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ചൈനയുടെ ഏറ്റവും അടുത്ത അടുപ്പക്കാരനാണ് മുഹമ്മദ് മൊയ്സു. അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിച്ചയാൾ. ഒടുവിൽ അധികാരത്തിലെത്തിയതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇന്ത്യയുടെ സൈനികർ മാലിദ്വീപ് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടയാൾ. ഇപ്പോൾ ഇന്ത്യയുടെ സൈനികർ മാലിദ്വീപിലില്ല. സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള കുറച്ചാളുകൾ മാത്രമാണുള്ളത്. ഇന്ത്യയെ പരമാവധി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും അകറ്റുകയാണ് ചൈനയുടെ ലക്ഷ്യം. ചൈനയിൽ നിന്ന് സൗജന്യ സൈനിക സഹായം പോലും തേടാനുള്ള ഉടമ്പടി കരാർ മാലിദ്വീപ് ഇപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മാലിദ്വീപിൻ്റെ അതിർത്തികളൊക്കെ തന്നെ ചൈനയ്ക്ക് തുറന്നു കൊടുക്കുകയാണ് മാലിദ്വീപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യയെ അകറ്റുക, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക, ഇതാണ് ചൈന മാലിദ്വീപിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ മാലിദ്വീപിന് ഇപ്പോൾ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നു ഇന്ത്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ കരുത്ത് ചോർത്താൻ മാലിദ്വീപല്ല ചൈന വിചാരിച്ചാൽ പോലും കഴിയില്ല. ഇന്ത്യയുമായി സൈനിക കരാറിന് താല്പര്യമുണ്ടെന്നും ഇന്ത്യയുമായി സൈനിക ഉടമ്പടി ഒപ്പിടാൻ താല്പര്യമുണ്ടെന്നും മൗറീഷ്യസ് അറിയിച്ചിരിക്കുന്നു. ഇന്ത്യയും മൗറീഷ്യസുമായുള്ള സൈനിക കരാർ ഉടൻ നിലവിൽ വരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ മൗറീഷ്യസ് എന്ന രാജ്യത്തിന് ഇന്ത്യയെ വേണം. ഒരു കാലത്ത് മാലിദ്വീപിനെ ഇന്ന് കാണുന്ന മാലിദ്വീപാക്കി മാറ്റിയത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയെ വെറുപ്പിച്ചതോടുകൂടി വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് നിലച്ചു. ഒടുവിൽ ചൈനയ്ക്ക് മുന്നിൽ താണു കേഴേണ്ടി വന്നു കുറച്ച് ചൈനീസ് സഞ്ചാരികളെങ്കിലും മാലിദ്വീപിലേക്ക് അയക്കാൻ. ഇന്ത്യ ചുട്ട മറുപടി കൊടുക്കുന്നു. ഇന്ത്യ വാക്കുകളിലൂടെയല്ല, പ്രവർത്തികളിലൂടെയാണ് മറുപടി നൽകുന്നത്. ഇന്ത്യ ഉടൻ തന്നെ ലക്ഷദ്വീപിനെ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. മിനിക്കോയ് ദ്വീപിൽ ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായ വിമാനത്താവളത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏതു നിമിഷവും സൈനിക വിമാനങ്ങൾ വരെ വന്നിറങ്ങാനുള്ള കരുത്തുറ്റ വിമാനത്താവളം മിനിക്കോയ് ദ്വീപിൽ പണി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ ഇന്ത്യയിലെയും വിദേശത്തെയും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ലക്ഷദ്വീപിൽ നിക്ഷേപങ്ങൾ ഇറക്കാൻ മത്സരിക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, അത്യാഡംബര സൗകര്യങ്ങൾ, അങ്ങനെ മാലിദ്വീപിനെ മറികടന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലക്ഷദ്വീപ് ലോക വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ പ്രധാന ഹബ്ബായി മാറും. അതിന് പിന്നാലെയാണ് മാലിദ്വീപിൻ്റെ അതിർത്തികളിൽ ചൈനയുടെ ആണവ പടക്കപ്പലിന് നങ്കൂരമിടാനുള്ള അനുവാദം മാലിദ്വീപ് നൽകിയത്. ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് കൃത്യമായി അറിയാം. എന്നാലും ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. ഇപ്പോഴിതാ മൗറീഷ്യസ് എന്ന ഒരു രാജ്യം, മാലിദ്വീപിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാജ്യം ഇന്ത്യയുമായി സൈനിക ഇടപാടിന് തയ്യാറായിരിക്കുന്നു. അവർക്ക് ഇന്ത്യയെ വേണം. കാരണം ഇന്ത്യയുടെ സൈനിക കരുത്ത് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് സമുദ്ര അതിർത്തികളിൽ ഇന്ത്യയുടെ കരുത്ത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാകട്ടെ ചെങ്കടലിലാകട്ടെ ചരക്കു കപ്പലുകളെ തട്ടിയെടുക്കുന്ന കടൽ കൊള്ളക്കാർക്ക് ഏറ്റവും പേടിയുള്ളത് ഇന്ത്യയുടെ നേവിയാണ്, ഇന്ത്യയുടെ മറൈൻ കമാൻഡോ സംഘത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈനിക സഹായം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മാലിക്ക് തിരിച്ചടിയായി മൗറീഷ്യസുമായി സൈനിക ഉടമ്പടിക്ക് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ മാലി എന്നല്ല സാക്ഷാൽ ചൈന വന്നാലും നടക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഭാരതം. ഇതിൽ ദുഃഖിക്കേണ്ടി വരിക മാലിദ്വീപിനായിരിക്കും. ഇന്ത്യ പാല് കൊടുത്തു വളർത്തിയ ഒരു രാജ്യമാണ്. ആ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചിരിക്കുകയാണ് മാലിദ്വീപ്. ശ്രീലങ്കയുടെ ഗതികേട് ഉടൻ മാലിദ്വീപിനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പുതിയ ഭാരതമാണ്, ലോകത്തിന് മുന്നിൽ മാതൃകയായി മാറുന്ന ഭാരതം, അമേരിക്ക പോലും അംഗീകരിക്കുന്ന ഭാരതം, അമേരിക്ക പോലും സുഹൃത്താക്കാൻ ആഗ്രഹിക്കുന്ന ഭാരതം. ആ ഭാരതത്തിനെയാണ് മാലിദ്വീപ് ചൈനയ്ക്ക് വേണ്ടി ഒറ്റുകൊടുത്തത്. നേരിനും നാടിനുമൊപ്പം എപ്പോഴും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.